ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊളോസത്തിനടുത്ത് തന്നെയുള്ള ഒരു വലിയൊരു സ്മാരകമാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി കാണുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. റോമിലെ വളരെ മനോഹരമായ വീഡിയോസൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കൊളോസിയം കണ്ടിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് നടന്ന് ഒരു സ്മാരകമുണ്ട് ഇവിടെ. വിക്ടർ ഇമ്മാനുവൽ രാജാവിൻ്റെ ഒരു സ്മാരകമാണ്. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു റോഡിങ്ങനെ നേരെ ഒരു 2 കിലോമീറ്റർ നടന്നാണ് ഈ സംഭവം കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ പള്ളികളും പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കലാകാരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ചോക്കുണ്ട്, കളർ ചോക്കുകൾ കൊണ്ട് ഈ തറയിലെ മാർബിളിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ലൈവായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരയ്ക്കുന്നതാണ്. എത്രയും മണിക്കൂർ കൊണ്ട് അവർ വരച്ചിരിക്കുന്നതാണ്. അത്രയും വളരെ കഷ്ടപ്പെട്ടാണ് അവർ വരയ്ക്കുന്നത്. പിന്നെ നല്ല നനഞ്ഞ മണൽ കൊണ്ട് ഓരോരോ ഡോഗ്സിൻ്റെയും പെറ്റിൻ്റെയൊക്കെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കലാകാരികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കലാകാരന്മാരെയും കലാകാരികളെയും ഇഷ്ടംപോലെ റോഡ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഈ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ യൂറോയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവരുടെ സമ്പാദ്യം എന്ന് പറയാം. അവർക്കറിയാവുന്ന തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ ഒരു റോം ഫുള്ളിങ്ങനെ കറങ്ങി കാണുന്നത്. ഇത് എത്രയും മാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളിങ്ങനെ കറങ്ങി കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള ഇവിടെ കെട്ടിടങ്ങളായാലും എല്ലാം ഇഷ്ടംപോലെ പള്ളികൾ, പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ പള്ളികൾ കാണാം. പിന്നെ വലിയ വലിയ എന്താ പറയുക സ്റ്റാച്യുകൾ, നല്ല ഉയരമുള്ള സ്റ്റാച്യുകളും പല പല കെട്ടിടങ്ങളും നമ്മളിങ്ങനെ കടന്നാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എന്താ പറയുക, ഇഷ്ടംപോലെ ആൾക്കാർ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ ഒരു റോം ഫുള്ളിങ്ങനെ കറങ്ങി കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടുത്തെ പള്ളികൾ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, വേറെ ലെവലാണ്. എല്ലാം ഒന്നിനൊന്ന് മികച്ച പള്ളികൾ, ഇഷ്ടം പോലെ പള്ളികളാണ്. നമുക്ക് ചെറിയ ചെറിയ പള്ളികളും വലിയ പള്ളികളായിട്ട് നമുക്ക് ഇഷ്ടം പോലെ പള്ളികൾ കാണാം. റോഡിങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. നമ്മളെ എന്തു പറയാം, തേച്ച് മിനുക്കിയ ഒരു റോഡ് ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ ഏകദേശം ആ ഒരു സ്മാരകത്തിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇപ്പം കാണുന്ന ഇതൊരു സ്മാരകമാണ്. ഇതൊരു കൊട്ടാരമൊന്നുമല്ല, ഇതൊരു സ്മാരകമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു സ്മാരകമൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളെ പാർട്ടിയിലൊക്കെ ഇഷ്ടംപോലെ സ്മാരകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും വളരെ ചെറുതാണ്. പക്ഷേ ഇത് ഒരു വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ രാജാവിൻ്റെ ഒരു സ്മാരകം, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഒരു രക്ഷയില്ല. നമ്മുടെ ഈ മഹിഷ്മതി കൊട്ടാരം എന്നൊക്കെ നമ്മൾ ബാഹുബലിയിലൊക്കെ പറയില്ലേ, അതുപോലൊരു കൊട്ടാരം എന്ന് വേണം പറയാൻ. കാരണം ഏകദേശം 25 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട് ഈ ഒരു സ്മാരകത്തിൽ. നമ്മൾ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മാർബിൾ കൊണ്ടുള്ള ഒരു അതിശയം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയും പോലീസുമാണ്. നമ്മൾ ഇതിനകത്ത് ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഒരു ഗേറ്റ് എന്ന് പറയാം. അപ്പം ഗേറ്റിനെ കാണാൻ വളരെ രസമാണ്. ഈ പടിക്കെട്ടുകൾ നമ്മളിങ്ങനെ നേരെ കയറി പോകുന്നത് ഈ ഒരു സ്മാരകത്തിലെ അകത്തേക്കാണ്. അപ്പോൾ ഇപ്പോഴും ഇതിനകത്ത് മ്യൂസിയം മ്യൂസിയം പ്രവർത്തിച്ച് വരുന്നുണ്ട്. കാരണം വിക്ടർ ഇമ്മാനുവൽ രാജാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറേ ഓർമ്മകളായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്തായാലും മ്യൂസിയത്തിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ക്യാമറയൊന്നും അലൗഡല്ല. അകത്ത് പുറത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഈ പടിക്കെട്ടിൽ നമ്മളിങ്ങനെ നേരെ കയറി പോകുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഭടന്മാർ തോക്കൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ 2 ഭടന്മാർ ഒറിജിനൽ തോക്ക് വെച്ച് നിൽക്കുകയാണ്.
പിന്നെ ഇതിൻ്റെ ആ ഒരു വിക്ടർ ഇമ്മാനുവൽ രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ള കുറേ കൊത്തുപണികൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 ഭടന്മാർ തോക്കും ചൂണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ദീപം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അണഞ്ഞു പോവില്ല, അതിങ്ങനെ കത്തി നിൽക്കും. എവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോമിൻ്റെ മൊത്തം ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ ഒരു വലിയൊരു സ്മാരകം കാണാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഇതെന്ത് പറയാം, എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഇത്രയും വലിയ സ്മാരകവും ഇതൊരു അത്ഭുതത്തോടെ കാണാം. കാരണം 25 നില പൊക്കമുള്ള ഒരു സ്മാരകം, അത് ചെയ്തിരിക്കുന്ന ഒരു മോഡലായാലും എന്തു പറയാം, വേറെ ലെവല്. ഫുള്ള് മാർബിൾ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ ഏറ്റവും വലിയ സംഭവമായിട്ട് അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിക്ടർ ഇമ്മാനുവൽ രാജാവും അദ്ദേഹത്തിൻ്റെ കുതിരയും. അതൊരു സംഭവം തന്നെ. കാരണം ഈ ഒരു 25 നിലയുടെ പൊക്കമുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആ കുതിരയും ആ കുതിരയുടെ പുറത്തിരിക്കുന്ന വിക്ടർ ഇമ്മാനുവൽ രാജാവിനെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുതിരയെന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി എല്ലാ പീസുകളും ഇങ്ങനെ എടുത്ത് കാണിക്കും. അത്രയ്ക്ക് നല്ല ഉശിരൻ കുതിരയെന്ന് വേണം പറയാം. അത്രയ്ക്ക് നല്ല ആരോഗ്യമുള്ള അടിപൊളി കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്ന വിക്ടർ ഇമ്മാനുവൽ രാജാവിനെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഇവിടെ നോക്കുന്നത് ഈ റോമിൻ്റെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ റോമ് ഫുള്ളായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രയ്ക്ക് നല്ല ഉയരത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ആ കുതിരയുടെ പുറത്ത്. എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കൊത്തുപണികളായാലും ആ ഒരു ഡിസൈനിങ് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്മാരകം കാണുന്നത്. എന്ത് പറയാൻ, ലോകത്തിലെ ഒരു അത്ഭുതമായിട്ട് തന്നെ കാണണം. കാരണം ആ ഒരു ലെവലായിട്ട് ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളുമാണ്. നമുക്ക് ഇത് എൻട്രൻസ് ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും വേറെ പാതയാണ്. ഇതിപ്പോൾ എൻട്രൻസ് ആണ്. ഇവിടെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. ഫുൾ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലമാണ്. ഇതൊരു കൊട്ടാരം എന്നോണം പറയാം. ഇതൊരു സ്മാരകമല്ല, ഒരു കൊട്ടാരം എന്നോണം പറയാം. ആ ഒരു ലെവലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിനകമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യേണ്ട ഒരു അനുമതി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ എനിക്ക് സമയപരിധി ഉള്ളത് കൊണ്ടും ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കണ്ട ഇവിടെ ഒരു കുതിരയും ആ ഒരു രാജാവിനെയും ഈ റോമ് മൊത്തവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അത്രയ്ക്ക് നല്ല ഒരു ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ വന്ന റോഡും എല്ലാം നമുക്കിവിടെ കാണാം. ഇഷ്ടംപോലെ ആളുകൾ ഓൾറെഡി ഈ ഒരു മഹാത്ഭുതത്തിനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു റോമിൽ ഈ ഒരു സംഭവങ്ങളിങ്ങനെ കാണാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ഞാനാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സ്മാരകമൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും ഇതൊരു നല്ലൊരു അടിപൊളിയെന്ന് വേണം പറയാം. ഒരു രക്ഷയില്ല. എന്തായാലും എടുത്തു പറയേണ്ട സംഭവമാണ്. ഞാൻ ഇപ്പോൾ റോമിൽ കൊളോസിയവും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. എന്തായാലും വേറെ ലെവല്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെന്തായാലും ഇതിലും മനോഹരമായ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.